ഹായ് പ്രിയപ്പെട്ടവരെ, സെയിൽസ് എടപ്പാളിൽ ഇന്ന് നമ്മളൊരു പ്രോപ്പർട്ടി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. എടപ്പാളിലുള്ള കെയർ വില്ലേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കെയർ വില്ലേജിനെ കുറിച്ച് അറിയാത്ത എടപ്പാളുകാർ മസ്റ്റായി കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. അതുപോലെ ഫോളോ ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. സ്രഷ്ടാവിന് സമർപ്പണം, സൃഷ്ടികളോട് കാരുണ്യം എന്ന ആപ്തവാക്യത്തോടു കൂടി 3 നിലകളിലായി സ്ഥാപിച്ചിട്ടുള്ള ബിൽഡിങ്ങിൽ 80% വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യഘട്ടമെന്ന നിലയിൽ ആധുനിക ഉപകരണങ്ങളോട് കൂടിയ ഇൻപേഷ്യൻ്റ് ഫിസിയോതെറാപ്പി സെൻറ്റർ നടത്തി വരുന്നുണ്ട്. സ്ട്രോക്ക് പോലുള്ള രോഗങ്ങളാൽ ശരീരഭാഗങ്ങൾക്ക് തളർച്ച ബാധിച്ച, മാനസികമായും ശാരീരികമായും ക്ഷീണിച്ച, ഭീമമായ ചികിത്സാ ചിലവ് താങ്ങാനാകാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന കാരുണ്യത്തിൻ്റെ കരങ്ങളാണ് കെയർ വില്ലേജിൻ്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചുകൂടാ. ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന ആയിരങ്ങളുടെ പ്രതീക്ഷകളുടെ ചിറകുകൾ അരിഞ്ഞുകൂടാ. ഈ മഹത്തായ ദൗത്യത്തിനു വേണ്ടി വീണ്ടും വീണ്ടും നൽകുകയും അതിനുവേണ്ടി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പോയപ്പോൾ അവിടെ കുടുംബസംഗമം നടക്കുകയായിരുന്നു. വിവിധങ്ങളായ രോഗങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്ന നിരാലംബ കുടുംബങ്ങൾ എല്ലാ വേദനകളും മറന്ന് അവിടെ ഒത്തുകൂടി. ആശ്രയമറ്റ 100-ലധികം ആളുകൾക്ക് കെയർ വില്ലേജിൻ്റെ പ്രവർത്തകർ കിറ്റുകൾ നൽകി. സൃഷ്ടാവിന് സമർപ്പണം, സൃഷ്ടികളോട് കാരുണ്യം ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും എടപ്പാളിൻ്റെ കെയർ വില്ലേജിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബായ്.